നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. MP എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 2004 മുതൽ പ്രതിനിധീകരിച്ചിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനവ വിഭവശേഷി വികസനത്തിനും ഏറ്റവും പിന്നോക്കമാണ് രാഹുലിന്റെ അമേഠി. മണ്ഡലത്തിലെ തിരിഞ്ഞുനോക്കലിനും MP എന്ന പേരുദോഷവുമാണ് രാഹുൽ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത്. 1967 മുതൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ അമേഠി യാതൊരു വികസനവും തൊട്ടു തീണ്ടാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അമേഠിയുടെ ഈ പേരുദോഷം മാറ്റാൻ ഒന്നും ചെയ്യാൻ 2004 മുതൽ MP ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കാകട്ടെ സാധിച്ചതുമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഏറ്റവും മോശം MP ആകുന്നുവെന്ന് ലോക്സഭാ സൈറ്റിലെ വിവിധ കണക്കുകളിലൂടെ വ്യക്തമാകും. പാർലമെന്റിൽ ഹാജരാകുക എന്നതാണ് പാർലമെന്റ് അംഗത്തിന്റെ പ്രാഥമിക കടമ. അക്കാര്യത്തിൽ തന്നെ രാഹുൽ പരാജയമായി. 52% മാത്രമാണ് രാഹുലിന്റെ 5 വർഷത്തെ ഹാജർ ശരാശരി. ദേശീയ ശരാശരി 80%ആണെന്നിരിക്കെയാണ് ഈ മോശം പ്രകടനം. ചർച്ചകളിൽ പങ്കെടുത്തത് പരിശോധിച്ചാൽ 14 ചർച്ചകളിൽ പങ്കെടുത്തതിന്റെ മാത്രം കണക്ക് കാണാം. 67 ദേശീയ ശരാശരി എന്നോർക്കണം. ഇതിലും പരമദയനീയമാണ് ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം. വട്ടപൂജ്യം. അതായത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഒരക്ഷരം ഉരിയാടിയില്ലെന്ന് സാരം. സ്വകാര്യ ബിൽ അവതരിപ്പിച്ച കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല, 0 തന്നെ. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടെ, അതായത് 3650 ദിവസത്തിനിടെ രാഹുൽ മണ്ഡലത്തിൽ പൂർണ്ണമായും ചെലവഴിച്ചത് 106 ദിവസം മാത്രമാണ്. എന്നാൽ 2015 ജൂൺ മുതൽ 2017 ജൂലൈ വരെ വിദേശ പര്യടനം നടത്തിയതാകട്ടെ 121 തവണയും. ഇനി MP ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യം പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ MPമാരിൽ ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ 71ാം സ്ഥാനമാണ് രാഹുൽ ഗാന്ധിക്ക്. ഏറ്റവും പോഷകാഹാരക്കുറവ് നേരിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമേഠിയെന്നും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ജനുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്റേറിയൻ എന്ന രീതിയിൽ പൂർണ്ണ പരാജയമെന്ന പേരുദോഷവുമായി എത്തുന്ന രാഹുൽ ഗാന്ധിയെ ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് വിലയിരുത്തുമെന്നുറപ്പ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നെറുകയിലെത്തുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് കോടതിയുടെ പരിഗണനയിലെത്തുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാവും. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും മുഖ്യപ്രതികളായിരിക്കുന്ന കേസ് രാഷ്ട്രീയ വജ്രയാദ്യമാക്കാനാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യ കമ്പനിയുടെയും ആദായ നികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് ഗാന്ധി കുടുംബം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവരുടെ അപേക്ഷ പരിഗണിച്ച് നാഷണൽ ഹെറാൾഡ് കേസ് ഏപ്രിൽ 23 മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശങ്ങൾ കത്തിജ്വലിക്കുന്ന സമയത്ത് ഈ കേസ് കോടതി പരിഗണിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചു നൽകുമെന്നുറപ്പാണ്. സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കുമെതിരെ സുബ്രഹ്മണ്യസ്വാമി ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് 2010 5 ലക്ഷം രൂപ മൂലധനം കൊണ്ട് രൂപീകരിച്ച യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് സുബ്രഹ്മണ്യസ്വാമി ആരോപിക്കുന്നത്. 2010 ഡിസംബർ 13 രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി നിയമിതനായി. അധികം വൈകാതെ 2011 ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡ് അംഗമായും സ്ഥാനമേറ്റെടുത്തു. യങ് ഇന്ത്യൻ കമ്പനിയുടെ 76% ഓഹരികളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കൈവശം വെച്ചിരിക്കുന്നത്. 12% വീതം ഓഹരികൾ മോത്തിലാൽ വോറയ്ക്കും ഓസ്കാർ ഫെർണാണ്ടസിനുമുണ്ട്. ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ്, ഗവാമി ആവാസ് എന്നീ പത്രങ്ങളും ദില്ലിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും സോണിയയുടെയും കൈവശത്തിലായി എന്നും പരാതിയിൽ ആരോപിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യൻ കമ്പനിയുടെയും ആദായ നികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നാവശ്യമുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. TK രംഗരാജൻ, S സുധാകർ റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, KC വേണുഗോപാൽ തുടങ്ങിയ 21 പ്രതിപക്ഷ നേതാക്കളാണ് ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണാനെടുക്കുന്ന സമയത്തെക്കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് എണ്ണുന്ന നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നാണ് കമ്മീഷന്റെ വാദം. തൊടുപുഴയിൽ 7 വയസ്സുകാരൻ മർദ്ദനമേറ്റ സംഭവത്തിൽ അമ്മയ്ക്കെതിരെയും കേസെടുത്തേക്കും. മർദ്ദന വിവരം മറച്ചുവെച്ചതിനും മർദ്ദനത്തിന് കൂട്ടുനിന്നതിനുമെതിരെയാണ് നടപടി. അതേസമയം ഇളയകുട്ടിയെ അമ്മയ്ക്കൊപ്പം വിടുന്നതിൽ ആശങ്കയുണ്ടെന്ന് ശിശു സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു. 3 വയസ്സുകാരൻ നൽകിയ മൊഴിയിൽ അമ്മയുടെ സുഹൃത്ത് അരുൺ ആനന്ദ് നിരന്തരമായി 2 കുട്ടികളെയും മർദ്ദിക്കാറുള്ളതായി പറയുന്നു. സംഭവം നടന്ന ബുധനാഴ്ച ഇളയ കുഞ്ഞിനും മർദ്ദനമേറ്റിട്ടുണ്ട്. 2 കുട്ടികൾക്കും ഇത്രയേറെ മർദ്ദനമേറ്റിട്ടും പോലീസിനെയോ ചൈൽഡ് ലൈൻ അധികൃതരെയോ അറിയിക്കാത്തതാണ് അമ്മയ്ക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമാകുന്നത്. മർദ്ദനത്തിൽ പങ്കുചേരൽ, കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചുവെക്കൽ എന്നിവയാണ് ഇവർക്കെതിരായ വകുപ്പുകൾ. പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു.
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ അരുൺ കുട്ടികളെ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തിരുന്നതായും പോലീസ് പറഞ്ഞു. കുറച്ചുനാൾ മുൻപ് മങ്ങാട്ടുകവലയിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഇയാൾ കുട്ടികളെ അസഭ്യം പറയുകയും അടിക്കുകയും ചെയ്തത് നാട്ടുകാരാണ് തടഞ്ഞത്. 1.5 മാസം മുൻപ് തൊടുപുഴയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ വെച്ചും മൂത്ത കുട്ടിയെ ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളിലെ യുവതിയുടെ പങ്ക് തെളിഞ്ഞതോടെയാണ് യുവതിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായത്. കുറ്റകൃത്യം മറച്ചുവെച്ചത് കൂടാതെ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത അമ്മയാണ് ഇവരെന്ന് ശിശു സംരക്ഷണ സമിതി റിപ്പോർട്ട് നൽകി. ഇളയ കുട്ടിയെ ഇവരെ ഏൽപ്പിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും ശിശു സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് കനത്ത ചൂട് മൂലമുള്ള ജാഗ്രതാ നിർദ്ദേശം തുടർന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകൾ നടത്തരുതെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസം നിരവധി പേർക്ക് സൂര്യതാപം ഏറ്റു. LDF സ്ഥാനാർത്ഥി VN വാസവന് ഏറ്റുമാനൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. സ്ഥാനാർത്ഥിയുടെ ജനപ്രിയത വിളിച്ചോതുന്നതായി മാറി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. LDF 3ാം ഘട്ട പ്രചരണത്തിന്റെ ആദ്യ ഭാഗം പൂർത്തീകരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വൈക്കത്ത് നിന്ന് 2ാം ഘട്ട പ്രചരണം തുടങ്ങി. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ LDF സ്ഥാനാർത്ഥി VN വാസവനെ ഏറെ ആവേശത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത്. കുമരകം, തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര, കൈപ്പുഴ തുടങ്ങി എല്ലായിടത്തും ആവേശകരമായിരുന്നു സ്വീകരണം. സ്വീകരണത്തോടൊപ്പം പ്രളയകാലത്തെ രക്ഷകനായ VN വാസവനെ ഓരോ കേന്ദ്രങ്ങളിലും ജനങ്ങൾ ഒഴുകിയെത്തി ആദരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയുടെ ജനപ്രിയത വിളിച്ചോതുന്നതായി മാറി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. നാടൻ പഴക്കുലകളും കരിക്കിൻ കുലകളും ഒക്കെ നൽകിയാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ എതിരേറ്റത്. മിക്കയിടങ്ങളിലും സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം സ്വീകരണത്തിൽ ശ്രദ്ധേയമായി. എല്ലാ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അപാലവൃദ്ധം ജനങ്ങളാണ്. പറഞ്ഞത് പ്രളയകെടുതിക്കാലത്ത് ഏറ്റവും കൂടുതൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ അവസരമുണ്ടാക്കിയ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്നതാണ് അവർ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രാമമാകെ ഒന്നിച്ചു സ്വീകരിക്കുന്ന ഒരു പ്രതീതി കുമരകത്തുണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാടിന് ഉത്സവഛായ പകർന്ന നാട്ടിടവഴികളിലെ സ്നേഹസാഗരം ഏറ്റുവാങ്ങി ആവേശകരമായിരുന്നു പര്യടനം. അതേസമയം UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വൈക്കത്ത് നിന്ന് 2ാം ഘട്ട പ്രചാരണം തുടങ്ങി. പ്രചരണ ഉദ്ഘാടനത്തിന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തിയിട്ടും വൈക്കത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെയും പ്രചാരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കടക്കൽ വിപ്ലവത്തിന്റെ സ്മരണകൾ ജ്വലിക്കുന്ന മണ്ണിലായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് സ്വീകരണം ഏറ്റുവാങ്ങിയത്. വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പുനലൂരിലും BJP സ്ഥാനാർത്ഥി KV സാബു ചാത്തന്നൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങളും സന്ദർശിച്ചു. ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിലെ കടക്കൽ പഞ്ചായത്തിലാണ് ഇടതു സ്ഥാനാർത്ഥി KN ബാലഗോപാൽ വോട്ടഭ്യർത്ഥിച്ച് പര്യടനം നടത്തിയത്. കശുവണ്ടി കർഷക തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിൽ വോട്ടർമാർ ഹൃദയപൂർവ്വം സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ദുർബലതയാണ് പ്രകടമാക്കുന്നതെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. പക്ഷേ നേരത്തെ ഉള്ളതുപോലെ പല സ്റ്റേറ്റുകളിലല്ല, കർണാടകത്തിൽ പോലും മത്സരിച്ചാൽ സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ട് സുരക്ഷിതത്വം ആണെന്ന് വെച്ച് മത്സരിക്കുന്നതായിരിക്കും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് തീരുമാനം അത്ര മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലതുപക്ഷ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പുനലൂരിൽ വോട്ടഭ്യർത്ഥിച്ച് പര്യടനം നടത്തി. BJP സ്ഥാനാർത്ഥി KV സാബു ചാത്തന്നൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. മതനേതാക്കളെയും അദ്ദേഹം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ 2ാം ഘട്ട പൊതുപര്യടനത്തിന് ആവേശകരമായ തുടക്കം. കുറ്റിയാടിയിൽ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയത്. 2ാം ഘട്ട പൊതുപര്യടനത്തിന് ആവേശോജ്ജലമായ സ്വീകരണമാണ് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന് ലഭിച്ചത്. കുറ്റ്യാടി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രചാരണം നടന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. രാവിലെ 8 മണിയോടെ വേളത്ത് വെച്ചായിരുന്നു 2ാം ഘട്ട പര്യടനത്തിന്റെ ഉദ്ഘാടനം. തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാനാർത്ഥിയെ എതിരേറ്റത്. സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഇതുപോലെ തന്നെ യുവതീ-യുവാക്കൾ യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് LDFന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ജനസേവനത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും മേഖലയിൽ കൂടി ഇടപെടുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു സവിശേഷത. എൻ്റെ ജന്മദേശമായിട്ടുള്ള പാട്യത്ത്
100 യുവതി യുവാക്കളാണ് രക്തം ദാനം ചെയ്തത്. അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു പലയിടത്തും. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവനവും അത് യുവതി യുവാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവള്ളൂർ, വില്യാപ്പള്ളി, മേമുണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലും LDF സ്ഥാനാർത്ഥി പി ജയരാജൻ ഇന്ന് പര്യടനം നടത്തി. കനത്ത വെയിലിനെയും അവഗണിച്ച് നിരവധി പേരാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അണികളിൽ ആവേശം പകർന്ന് പ്രചാരണ പരിപാടികളിൽ ദേശീയ നേതാക്കൾ സജീവമായി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തരംഗമുണ്ടാകുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ 2014 സോണിയും രാഹുൽ ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിച്ചിട്ടും തേച്ചുപോയ കാര്യം ഓർക്കണമെന്നും MA ബേബി പറഞ്ഞു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശം പകർന്നാണ് ഇടതുപക്ഷ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരിയും MA ബേബിയും പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന പ്രധാന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തിയത്. ബദൽ നയപരിപാടിയിലൂടെ രാജ്യത്തെ മാറ്റാനും രക്ഷിക്കാനും 2004-ലേതുപോലെ ഇത്തവണയും കേരളം LDFന് തിളക്കമാർന്ന വിജയം നൽകണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. Similar maturity today is required in order to show that we will save India but change India on the basis of alternative policies, and for that 2004 you gave 18 out of 20 to the LDF. This time you will give 20 out of 20 to the LDF and send them to the parliament for the future of India. എന്തിനാണ് BJPക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും സമരം നയിക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതെന്ന് ചോദിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വയനാട്ടിൽ രാഹുൽ മത്സരിച്ചാൽ അയൽ സംസ്ഥാനങ്ങളിലും തരംഗം ഉണ്ടാകുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളോട് 2014-ൽ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ചപ്പോൾ 78 സീറ്റിലും തോറ്റ കാര്യം ഓർമ്മപ്പെടുത്തി. അമ്മ സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും രണ്ടുപേരും മത്സരിച്ച ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് എന്തുണ്ടായി 2014 തെരഞ്ഞെടുപ്പിൽ? ഇവര് രണ്ടുപേരും മത്സരിച്ച എന്തൊക്കെയാ സീറ്റ്? റായ്ബറേലിയും അമേദിയും അല്ലേ? ആ 2 സീറ്റ് മാത്രമേ 80 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചുള്ളൂ. ബാക്കി 78 സീറ്റിലും കോൺഗ്രസും കോൺഗ്രസിന്റെ കൂടെ നിന്നവരും തോറ്റുതൊപ്പിയിട്ടു. ഇന്നും വിവിധ ജില്ലകളിൽ ദേശീയ നേതാക്കൾ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. പൊന്നാനിയിൽ ആവേശം തെറിയിളക്കി ഇടതുവലതു മുന്നണികളുടെ പ്രചാരണം. LDF പ്രചരണത്തിന് ചൂടുപകരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പൊന്നാനിയിൽ എത്തും. 3ാം റൌണ്ട് പര്യടനം തുടരുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF NDA സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമാണ്. പൊന്നാനിയിൽ മാറ്റത്തിനായി വോട്ട് തേടുന്ന LDF പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ 3ാം വട്ട മണ്ഡല പര്യടനം തുടരുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഹൃദ്യമായ സ്വീകരണമാണ് മണ്ഡലത്തിലുടനീളം അൻവറിന് ലഭിക്കുന്നത്. 100% ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ആവേശമുള്ള അടിസ്ഥാനപരമായ ചർച്ച വികസനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയും, ഈ 2 കാര്യമാണ്. ഈ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ 2ാം റൗണ്ട് പ്രചരണത്തിലാണ്. ഞായറാഴ്ച തിരൂരങ്ങാടി അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വൈകിട്ട് റോഡ് ഷോയും നടന്നു. അത് വളരെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. സ്ത്രീകൾ, യുവാക്കൾ, അതായത് ഇവിടെ ഈ ന്യൂ ജനറേഷൻ ഒക്കെ ഇത്രമേൽ ആവേശത്തിൽ വന്നൊരു സമയം ഉണ്ടായിട്ടില്ല. അവർ പരമ്പരാഗത വോട്ട് ചെയ്യുന്നവരല്ല, അവർ പുതിയ വോട്ടേഴ്സാണ്. പക്ഷെ അവരും വളരെ ഉഷാറുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സംതൃപ്തിയുണ്ട്. അസലായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി VT രമ മണ്ഡലത്തിൽ 2ാം ഘട്ട പ്രചരണം തുടരുകയാണ്. വോട്ടെടുപ്പിന് 22 ദിവസം ശേഷിക്കെ പൊന്നാനിയിൽ അട്ടിമറി വിജയം നേടാൻ LDFും മണ്ഡലം നിലനിർത്താൻ UDFും തീവ്ര പ്രചരണത്തിലാണ്. പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA പ്രചരണം. പൊന്നാനിയിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം AK ലതീഷ്. വോട്ടർമാരെ ആകർഷിക്കാൻ ഓരോ മുന്നണികളും വ്യത്യസ്തമായ പ്രചരണ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. എറണാകുളത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജുവിന്റെ പടുകൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. P രാജുവിന്റെ പടുകൂറ്റൻ കട്ടൌട്ട് ഉയർത്തിക്കൊണ്ടാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ
അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ വ്യത്യസ്തതയാർന്ന പ്രചരണ തന്ത്രങ്ങളാണ് മുന്നണികൾ പുറത്തിറക്കുന്നത്. എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവിന്റെ പടുകൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത്. പി രാജീവിന്റെ 35 അടി ഉയരമുള്ള കട്ടൗട്ടറാണ് കാക്കനാട് സെന്റർ സ്ക്വയറിൽ ഉയർത്തിയത്. രാഷ്ട്രീയത്തിനുമപ്പുറം യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ കട്ടൗട്ടർ നിർമ്മാണത്തിന് പിന്നിലെന്ന് അവർ പറയുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഒരു പ്രചാരണം ചെയ്യണം, രാജീവിനെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നിട്ട് ഇറങ്ങണം, രാഷ്ട്രീയം നോക്കിയിട്ട് നിൽക്കണ്ട, നമുക്ക് എല്ലാവരും കൂടി ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും കൂടി ഇറങ്ങാം. ഞങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചു, യുവജന കൂട്ടായ്മയാക്കി രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ എണ്ണപ്പെട്ടതോടെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജനഹൃദയങ്ങളിലെത്താൻ പ്രചരണത്തിൽ വ്യത്യസ്തത തേടുകയാണ് മുന്നണികൾ. വികസന രംഗത്തിൽ നിന്നും ഒരു പിടി മുന്നിൽ നിന്നും ജയിച്ചും നാടിനും നാട്ടാർക്കും സ്നേഹത്തിൽ സാന്നിധ്യം ധീരാജിൽ സാഗാവിനോട്ടെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വോട്ടർമാരെ ആകർഷിക്കാൻ ഓരോ മുന്നണികളും വ്യത്യസ്തമായ പ്രചരണ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. എറണാകുളത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവിന്റെ പടുകൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സജീവമായതാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. 3 ആഴ്ച പിന്നിടുമ്പോൾ മണ്ഡലത്തിലെ എല്ലായിടത്തും അദ്ദേഹം എത്തി ഭവന സന്ദർശനങ്ങളിലാണ്. ഇപ്പോൾ UDFന്റെ രാഹുലിന്റെ വരവും ഗ്രൂപ്പ് പോരും ചർച്ചയായപ്പോൾ ചിട്ടയോടുള്ള പ്രശ്നത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി. ലോക്സഭാ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞു. ലോക്കൽ തല ബൂത്ത് തല കൺവെൻഷനുകളും പിന്നിട്ട് കുടുംബയോഗങ്ങളിലും ഭവന സന്ദർശനങ്ങളിലുമാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി PP സുനീർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചരണത്തിൽ മേധാവിത്വം LDFന് തന്നെ. 3 ആഴ്ചയായി എതിരാളികളില്ലാത്ത ചിട്ടയായ പ്രവർത്തനം. ഒരു ഭാഗത്ത് ഗ്രൂപ്പ് പോരും വിവാദങ്ങളും മുറുകുമ്പോൾ വിജയം മാത്രം ലക്ഷ്യമാക്കിയാണ് LDF പ്രചരണം. നാട്ടുകാരനും സുപരിചിതനുമായ PP സുനീറിന് ഹൃദ്യമായ വരവേൽപ്പാണ് എങ്ങും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടതുപക്ഷം ബഹുദൂരം മുമ്പിലാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രംഗത്തും എത്തിച്ചേരാൻ UDFന് സാധിക്കുകയില്ല. ആ ദയനീയാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ UDF തീരുമാനിക്കുന്നത്. തീർച്ചയായും ചരിത്രപരമായ മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധിയും. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയോട് എതിരിടാതെ സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ എത്തുന്നത് അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ചു കഴിഞ്ഞു വയനാട്ടിലും. കഴിഞ്ഞ 10 വർഷത്തെ പാഴായ വികസന മോഹങ്ങളും LDF സർക്കാരിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. ഇതിനിടെ മണ്ഡലത്തിലെ മിക്കയിടങ്ങളിലും LDF സ്ഥാനാർത്ഥി എത്തിയപ്പോൾ നിർജീവമായ പ്രവർത്തനം രാഹുലിനെ മാത്രം ചൂണ്ടിക്കാട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന അവസ്ഥയിലാണ് UDF ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് ബംഗളൂരുവിൽ സ്വീകരണം നൽകി. സോണൽ കമ്മിറ്റി സെക്രട്ടറി N നാഗരാജ് അധ്യക്ഷത വഹിച്ചു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം AV ബാലകൃഷ്ണൻ, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വത്സനും യോഗത്തിൽ സംസാരിച്ചു. കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർത്തേക്കും. ദുർമന്ത്രവാദവും കൊലപാതകത്തിന് കാരണമായേക്കുമെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട തുഷാരയുടെ മകളെ ചൈൽഡ് ലൈൻ ഏറ്റെടുത്തു. ഭർത്താവ് ചന്തുലാലും ഭർത്തൃമാതാവ് ഗീതാലാലും ക്രൂരമായി മർദ്ദിച്ചും ഭക്ഷണം നൽകാതെയുമാണ് തുഷാരയുടെ മരണകാരണം. കഴിഞ്ഞ 21-നായിരുന്നു തുഷാരയുടെ മരണം. മൃതദേഹത്തിന് വെറും 20 കിലോ മാത്രമായിരുന്നു തൂക്കം. വിമാനത്താവളത്തിൽ ഡ്രോൺ പരത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ശ്രീകാര്യം സ്വദേശി നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സിന്റെ പിന്നിൽ നിന്നാണ് ഡ്രോൺ കടത്തിയത്. നൌഷാദിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ശംഖുമുഖം SP ഇളങ്കോ അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ചൈനീസ് നിർമ്മിത ഡ്രോണാണ് കണ്ടെത്തിയത്. മുൻ സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. ബ്രെക്സിറ്റ് കരാർ വീണ്ടും പാർലമെന്റിൽ വോട്ടിനിടാനുള്ള സാധ്യത തേടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ. കരാറിൽ പിന്തുണ നേടാൻ 3 തവണയും പരാജയപ്പെട്ടെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് തെരേസ മേ. അതേസമയം തെരേസ മേയുടെ രാജി എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രെക്സിറ്റ് കരാർ പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയുടെ ശ്രമം 3-ാം തവണയും MP-മാർ വോട്ടിനിട്ട് തള്ളിയിരുന്നു. ഏറ്റവും ഒടുവിൽ തെരേസ മേ പരിഷ്കരിച്ച ബ്രെക്സിറ്റ് കരാർ 286-നെതിരെ 344 വോട്ടുകൾക്കാണ് പാർലമെന്റ് തള്ളിയത്.
കരാറിനെ പിന്തുണച്ചാൽ രാജിവെക്കാമെന്ന് തെരേസ മേ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിപക്ഷമായ ലേബർ പാർട്ടി ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നാകട്ടെ പൂർണ്ണ പിന്തുണ നേടാനും തെരേസ മേയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കരാറിൽ അടിമുടി മാറ്റം വരുത്തിയാൽ പോലും അംഗീകരിക്കപ്പെടുമെന്നും ഉറപ്പുമില്ല. 4ാം തവണയും കരാർ പരാജയപ്പെട്ടാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും. അതേസമയം ബ്രെക്സിറ്റ് കരാർ സംബന്ധിച്ച് നാളെ പാർലമെന്റിൽ ചർച്ചയായേക്കും. തീരുമാനമായില്ലെങ്കിൽ കരാർ ദീർഘകാലമായി നീട്ടുകയോ കരാറില്ലാതെ യൂറോപ്യൻ യൂണിയൻ വിടുകയോ എന്നതാണ് ബ്രിട്ടന് മുന്നിലുള്ള പോംവഴി. അതേസമയം നിലവിലെ സാഹചര്യം പരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഏപ്രിൽ 10 യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. തെരഞ്ഞെടുപ്പിന് ഇനി 21 നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും ചൂടേറി. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ 2ാം ഘട്ട പര്യടനം ആരംഭിക്കുമ്പോൾ വൻ സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയും NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനും പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ടയിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും കൂടിച്ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. വീണ ജോർജിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുമ്പോൾ ഇതുവരെ മികച്ച സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ ആവശ്യകരമായ സ്വീകരണവും പ്രതികരണവുമാണ്. പ്രത്യേകിച്ച് അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ട് ജയിച്ചു വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ആവശ്യകരമായിട്ടുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. നിശ്ചയമായിട്ടും കർഷകരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. മറ്റ് കക്ഷികളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവർ പോലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്ന് അതിന് വോട്ട് തരും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. അതേസമയം 2008 മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആന്റോ ആന്റണി മികച്ച ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ കാണുന്നുണ്ട്. 100% വിജയപ്രതീക്ഷയാണുള്ളത്. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി തുടക്കത്തിൽ പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കെ സുരേന്ദ്രന് തന്നെ നറുക്കുവീണതോടെ ശബരിമല പ്രചരണ വിഷയമായി നേട്ടം കൊയ്യാനാണ് BJPയുടെയും കെ സുരേന്ദ്രന്റെയും ശ്രമം. ശബരിമല തന്നെയാണ്. അത് ശബരിമല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നിലനിൽക്കണം എന്നുള്ളതുപോലെ തന്നെ ശബരിമല ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി നിൽക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജും UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച് നേട്ടം കൊയ്യാനാണ് BJPയുടെയും കെ സുരേന്ദ്രന്റെയും ശ്രമം. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് CBI നൽകിയ ഹർജിയും ലാവ്ലിൻ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 3 KCB മുൻ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയുമാണ് കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ NV രമണ, മോഹനശാന്തന ഗൌണ്ടർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേസിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് 3 ആഴ്ചത്തെ സമയം നൽകണമെന്നാവശ്യപ്പെട്ട് മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ നോൺ മിസ്ലിൻസ് ദിവസങ്ങളിൽ ലാവ്ലിൻ കേസ് കേൾക്കണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി രജിസ്ട്രി ഹർജികൾ വീണ്ടും മിസ്ലിൻസ് ദിവസമായ ഇന്നാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. CBI വീണ്ടും പഴയ ആവശ്യം ഇന്ന് കോടതിയിൽ ഉന്നയിക്കാനാണ് സാധ്യത.